എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MK പോക്കർ സുല്ലമി. മാനവ സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാമൂഹിക വിപത്തുകളാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. അവയിലേറ്റവും ഭീകരമായിട്ടുള്ളത് നമ്മുടെ നാടും നഗരവും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയാണ്. മാനവരാശിയുടെ അതിജീവന പോരാട്ടങ്ങൾക്കും പുരോഗമന പ്രവർത്തനങ്ങൾക്കും ധാർമ്മിക നിലപാടുകൾക്കും അനുയോജ്യമായ സാമൂഹിക അന്തരീക്ഷമാണ് ഇത് മുഖേന തകർക്കപ്പെടുന്നത്. കൗതുകത്തിനു വേണ്ടിയും സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയുമാണ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. മാനസിക സമ്മർദ്ദം മൂലമുള്ള പ്രശ്നങ്ങളും ഫിലിമുകളിലും സോഷ്യൽ മീഡിയകളിലും കാണുന്ന തെറ്റായ മാതൃകകളും ഇവയ്ക്ക് പിന്നിലെ പ്രേരക ഘടകങ്ങളാണ്. കുടുംബത്തിൽ നിന്നുള്ള ശ്രദ്ധയും പിന്തുണയും കുറയുന്നതും കൗമാരത്തിന്റെ കൃത്രിമ സന്തോഷം തേടിയുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തുന്നതും ഇത്തരം കേന്ദ്രങ്ങളിലാണെന്നുള്ള വസ്തുത നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതാണ്. മദ്യാസക്തിയുടെ വിവിധ ഘട്ടങ്ങളെ പറ്റിയുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാമ്പസുകളിലെയും മറ്റും കൂട്ടുകാർ മുഖേന പരീക്ഷിച്ചു നോക്കുന്നതാണ് ആദ്യഘട്ടം. ഇത് ആവർത്തിക്കുന്നതിലൂടെ ലഹരിയുടെ ഉപയോഗം അവശ്യ ഘടകമായി മാറുന്നു. ഇതിനെ പുനരാവർത്തന ഘട്ടമെന്ന് പറയാം. പിന്നീട് നിയന്ത്രണമില്ലാത്ത ഉപയോഗത്തിലേക്ക് വഴിമാറുന്നതാണ് ആസക്തിയുടെ ഘട്ടം. അവസാനം വ്യാപന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ തന്റെയും കുടുംബത്തിന്റെയും ജീവിതം തകർച്ചയുടെ ആഴങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും. തകരുന്നതും നഷ്ടപ്പെടുന്നതും നമ്മുടെ ജീവിതമാണെന്ന തിരിച്ചറിവ് പുതുതലമുറയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും മനുഷ്യത്വവും തകർക്കപ്പെടുന്നു. മാനഹാനിയും കനത്ത ദുഃഖങ്ങളും കടിച്ചമർത്തി ജീവിക്കേണ്ട നരകയാതനകളിലേക്ക് മനുഷ്യർ എടുത്തെറിയപ്പെടുന്നു. ചിന്തകൾ മരവിക്കുന്നു, ഓർമ്മകൾ മായുന്നു, പ്രത്യുൽപാദന ശേഷി കുറയുന്നു, സംശയരോഗം കൂടുന്നു, പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുന്നു, ആന്തരിക അവയവങ്ങൾ ഇഞ്ചിഞ്ചായി നശിക്കുന്നു, കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ശിഥിലമാകുന്നു. ലഹരി ഉപയോഗം വ്യക്തിയുടെ ബുദ്ധി, ആകർഷകത്വം, ഊർജ്ജസ്വലത എല്ലാം തകർത്ത് മുന്നേറുന്നു. ഇവിടെ നടക്കുന്നത് നീചമായ മരണവ്യാപാരമാണെന്നും ഇതിന്റെ പിന്നിൽ ആർത്തി പൂണ്ട മനുഷ്യത്വം മരവിച്ച പിശാചുക്കളാണെന്നും ശക്തമായ ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എല്ലാ മനുഷ്യസ്നേഹികളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാൽ ഒരു പരിധിവരെ ഇവ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നുറപ്പാണ്. ഒരാളുടെ സാധാരണ ജീവിതത്തിൽ തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബം തുടങ്ങിയ മേഖലകളിലെല്ലാം ലഹരി ഉപയോഗം ഗുരുതരമായി ബാധിക്കുന്നു എന്നത് നമുക്ക് അനുഭവമാണ്. ഏതുതരം ലഹരി ഉപയോഗിച്ചാലും ഒരു ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത വിധം തലച്ചോർ മരവിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. അവസാനം നിരാശാബോധത്തിലേക്കും ഒന്നിനും കൊള്ളാത്തവനാണെന്ന അപകർഷതാബോധത്തിലേക്കും കാര്യങ്ങൾ എത്തിപ്പെടുന്നു. അവസാനം അത് സാമൂഹിക ജീവിതത്തെയും തൊഴിൽ മേഖലയെയും പഠനത്തെയും കുടുംബജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. മദ്യം നമ്മുടെ സദാചാരബോധത്തെ നശിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി മുന്നറിയിപ്പ് നൽകിയത്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശം പ്രസിദ്ധമാണ്. ദുഷ്പ്രവർത്തികളുടെ മാതാവാണ് മദ്യമെന്നാണ് പ്രവാചകനായ മുഹമ്മദ് നബി ഉത്ബോധിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. പരിഹാരമില്ലാത്ത പ്രശ്നമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ശുഭപ്രതീക്ഷയോടെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുക എന്നത് തന്നെയാണ് ആദ്യ പരിഹാരം. മദ്യം തിന്മകളുടെ മാതാവാണ് എന്ന അടിസ്ഥാന തത്വം മുറുകെ പിടിച്ച് മറ്റെല്ലാ ലാഭനഷ്ട കണക്കുകൂട്ടലുകളെയും മാറ്റിവെച്ച് ഈ സർവനാശത്തിനെതിരെ ഒന്നിച്ച് പടപൊരുതാൻ നാം രംഗത്തിറങ്ങേണ്ട സന്ദർഭമാണിത്. കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയത്തിലെത്തുന്നതുവരെ നാം സമരസജ്ജരാവുക. കാര്യങ്ങൾ നമ്മോട് തുറന്നു പറയാനുള്ള സൗഹൃദം മക്കളിൽ വളർത്തിയെടുത്ത് ധാരാളം സ്നേഹം പകർന്നു നൽകി അവരുമായി സഹവസിക്കാൻ കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഓപ്പറേഷൻ തൂഫാൻ കേരളീയ സമൂഹത്തെ സർവനാശത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും എല്ലാ കുടുംബങ്ങളിലും സമാധാനം പുലരാനും വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് MK പോക്കർ സുല്ലമി.